മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പിടികൂടി ചികിത്സിക്കാൻ ഡോക്ടർ അരുൺ സഖറിയയും കുങ്കി ആനകളും അതിരപ്പള്ളിയിലേക്ക്. വിക്രം, സുരേന്ദ്രൻ എന്നീ ആനകളെയാണ് എത്തിക്കുക. ഡോക്ടർ അരുൺ സഖറിയയും 20 പേരടങ്ങുന്ന സംഘവും നാളെ അതിരപ്പള്ളിയിലെത്തും. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ഒപ്പം ചേരുന്നു. ആനന്ദ്, പറയൂ. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെയാണ് ഇത്തരത്തിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ ഒരു കാട്ടാനയെ അതിരപ്പള്ളി ഏഴാറ്റുമുഖം പ്ലാന്റേഷൻ കാലടിയിൽ കാണപ്പെടുന്നത്. രണ്ടാഴ്ചക്കിടെ നിരന്തരമായി ഈ ആനയെ കണ്ടോടുകൂടിയാണ് നാട്ടുകാർ ഈ ആനയുടെ മസ്തകത്തിൽ നിന്ന് ഒരു മുറിവേൽക്കുന്ന ഒരു കാര്യം കാണുന്നതും അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതും. ആദ്യഘട്ടത്തിൽ വെടിയേറ്റതാണ് എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പക്ഷേ ഈ ആനകൾ തമ്മിലുള്ള പോരിനിടയ്ക്ക് ഒരുപക്ഷെ മറ്റാനയുടെ കൊമ്പ് കുത്തി ഇത്തരത്തിൽ മുറിവേറ്റതാകാം എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് വനംവകുപ്പ് എത്തിയത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മളടക്കം പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ഈ ആനയുടെ ഈ മസ്തകത്തിലെ ഈ മുറിവിൽ നിന്ന് ചോരയും പഴുപ്പും ഒലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ തുടർന്നാണ് വനംവകുപ്പ് ഈ തരത്തിലേക്കുള്ള ആനയെ ചികിത്സിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇതിനെ തുടർന്നാണ് ഡോക്ടർ അരുൺ സഖറിയും 20 ആളുകളടങ്ങുന്ന ഒരു സംഘത്തിനെ നിയോഗിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. നാളെ കുങ്കിയാനകൾ ഈ പ്രദേശത്തെത്തും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്താണ് ആനയുള്ളത് എന്നാണ് ലഭിക്കുന്ന സൂചന. നേരത്തെ കാലടി പ്ലാന്റേഷനിൽ ആനയെ കണ്ടെത്തിയിരുന്നു. എന്തായാലും കൃത്യമായിട്ടുള്ള നിരീക്ഷണം തുടരുന്നുണ്ട്, വനംവകുപ്പ് തുടരുന്നുണ്ട്. നാളെ രാവിലെയോടുകൂടി തന്നെ കുങ്കി ആനകളും ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയയും ചികിത്സകൾ നൽകുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഉത്തരവിട്ടതുള്ളത്. എന്തായാലും ആനയെ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചികിത്സ വൈകുന്നതിന് പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. രാവിലെയോട് കൂടി തന്നെ കുങ്കിയാനകൾ എത്തും, അരുൺ സഖറിയ എത്തും. തുടർന്ന് ആനയെ എത്രയും പെട്ടെന്ന് പിടികൂടിക്കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് വനം വകുപ്പ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ശരി, ആനന്ദ് പുതൂരാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ സഖറിയയും കുങ്കി ആനകളും നാളെ എത്തും. വലിയ പ്രതീക്ഷയാണ് ആനന്ദ് പുതൂർ പങ്കുവയ്ക്കുന്നത്.